കൊനിച്ചിവ മിനസ എല്ലാവർക്കും നമ്മുടെ ജെ മാങ്ക എക്സ്പ്ലോഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെച്ച് പറഞ്ഞു നിർത്തിയത് നമ്മുടെ സുക്കുണിനൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യണം നമ്മുടെ ജിക്ക് ഹെൽപ്പായിട്ട് ഇപ്പോൾ പുതിയൊരു ക്യാരക്ടറും കൂടി കടന്നു വന്നിരിക്കുകയാണ്. അത് ആരാ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ടോഡോ ആണ്. സോ നമ്മുടെ ടോഡോ എന്താ ഇത്ര നേരം ഹെൽപ്പ് ചെയ്യാണ്ട് ഈ ഒരു എക്സൈറ്റ് ടൈം ആകുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ എത്തി പറഞ്ഞിട്ട് നമുക്കൊരു ഡൗട്ട് കാണും. സോ അതിൻ്റെ ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ട ഒരു ഫ്ലാഷ് ബാക്ക് പോലെ. അതായത് നമ്മുടെ ടോഡോ നമ്മുടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യണം. അതായത് നമ്മുടെ മെയിമിൻ്റെ അത് നമ്മുടെ ടോഡോ റിക്വസ്റ്റ് ചെയ്യാണ്. അതായത് നമ്മുടെ മെയിമിൻ്റെ ഈ ക്രോവിൻ്റെ ഒരു എബിലിറ്റി ഉപയോഗിച്ചിട്ട് ആ ഒരു ഡൊമൈനിൽ, അതായത് നമ്മുടെ ഒരു സുക്കുൻ്റെ ഡൊമൈനിലുള്ള എല്ലാവരെയും ആ ഒരു ഡൊമൈനിൽ നിന്ന് പുറത്തെത്തിക്കുക. സോ ആ ഒരു ടാസ്ക് നമ്മുടെ മെയിൻ്റെ അത് ചോദിക്കുകയാണ് നമ്മുടെ ടോഡോ. സോ ഈ ഒരു എക്സാക്ട് ടൈമിൽ തന്നെയായിരിക്കും താനും എൻട്രി ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ടോഡോ നമ്മുടെ മെയിമിൻ്റെ അത് പറയാം. അത് മാത്രമല്ല, നമ്മുടെ ടോഡോ പറയുന്ന മറ്റൊരു കാര്യം കൂടിയാണ്, ഒരിക്കലും യു അറിയരുത്. സോ അതിൻ്റെ റീസൺ ഇവിടെ തന്നെ പറയുന്നുണ്ട്. ജിയും സുക്കുണിയും ഒരു വെസൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെമ്മറീസ് രണ്ടാൾക്കും, അതായത് നമ്മുടെ ജിക്കാരൻ മെമ്മറീസ് നമ്മുടെ സുക്കുണിക്കും അറിയും. സോ ഈ ഒരു കാര്യം ഒരിക്കലും നമ്മുടെ ജി അറിയാൻ പറ്റില്ല പറഞ്ഞിട്ട് നമ്മുടെ മെയിമിൻ്റെ അതും കാര്യം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ടോഡോ വേറൊരു പ്ലാനും കൂടി ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് ജിൻ്റെ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കണം പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കമ്മിങ് ടു ദ മെയിൻ സ്റ്റോറി. നമ്മുടെ ടോഡോ നമ്മുടെ ജിൻ്റെ അകത്തായിട്ട് ഐ എം സോറി ബ്രദർ എന്ന് പറയുന്നുണ്ട്. സോ ഇത് എന്താ പറയുക, ചോസോനെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു അപ്പോളജി പോലെയാണ് നമ്മുടെ ടോഡോ പറയുന്നത് തല കുനിച്ചിട്ട്. ബാക്കിയുള്ളവർ മോസ്റ്റ്ലി ഫൈനാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജിക്ക് ചെറിയൊരു ആശ്വാസം പോലെ ചെറിയൊരു കാര്യം വരുന്നത്. സോ ഇവർ നേരെ നമ്മുടെ സുക്കുനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ സുക്കുണ ഈ ഒരു ഫൈറ്റിന് ശേഷം ആളുടെ ഒരു കേഴ്സ് എനർജി യൂസ് ചെയ്യുന്നത് കുറച്ച് വീക്കറായെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ടോഡോൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ അവർ കെട്ട് അഴിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ ഒരു ഷിബിയു ഇൻസിഡൻറ്റിൽ നമ്മുടെ ടോഡോൻ്റെ കൈ പോയ കാര്യം നമുക്കറിയാമല്ലോ ആ ഒരു ഫൈറ്റിൽ. സോ ഇപ്പോൾ ആ ഒരു ലെഫ്റ്റ് ഹാൻഡിൽ ഇപ്പോൾ ഒരു ബൂഗി പറഞ്ഞ സാധനം വെച്ചിരിക്കുന്നു. അതായത് ഒരു ബോക്സും പ്ലസ് ഒരു ബോളും. സോ ഇത് തമ്മിലുള്ള ഒരു ഓസിലേഷൻ, ഐ മീൻ വൈബ്രേഷൻ, ആ വൈബ്രേഷനിലൂടെ നമുക്ക് എന്താ പറയുക, ടോഡോയിന് എത്ര മൾട്ടിപ്പിൾ ടൈംസ് വരെ ഒരാളായിട്ട് സ്വാപ്പ് ചെയ്യുക, സ്വിച്ച് ചെയ്ത് കളിക്കുക. ഇപ്പോൾ നമ്മുടെ ടോഡോ അതുപോലെ തന്നെ ജിയും കൂടി സാപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സുക്കുണ് നല്ലൊരു അറ്റാക്ക് കൊടുക്കുന്നുണ്ട് ഫേസിനും ഇവിടേക്ക് ആയിട്ട്. സോ ഇതെങ്ങനെ നടന്ന അവൻ്റെ ഒരു ബൈൻഡിങ് വോൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഒരു സിംഗിൾ സെക്കൻഡിൽ 50 ടൈംസ് വരെ ആൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് സ്വാപ്പ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ടോഡോന്. ഇപ്പോൾ ഇവർ രണ്ടാളും കൂടി സ്വാപ്പ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, സുക്കുണിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ആൾ നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബൂഗി എന്നൊരു ടെക്നിക്കില്ലേ, സോ അതിനൊരു ചെറിയൊരു സെക്കൻഡ് ഡിലേ വരുന്ന ടൈമിൽ തിരിച്ച് ഒരു അറ്റാക്ക്, ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ സുക്കുണെ വെയിറ്റ് ചെയ്യും. ബട്ട് നോ ലക്ക്, നമ്മുടെ ഈ ഒരു അവളുടെ ക്രോ വീഴ്ചിട്ട് അവരിനെ ടെലിപ്പോർട്ട് ചെയ്തു. സോ നമ്മുടെ സുക്കുണിക്ക് കാര്യം മനസ്സിലായി, മറ്റേ ക്രോവിൻ്റെ എബിലിറ്റി ഉള്ള ആ പെണ്ണ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് പറഞ്ഞിട്ട് മനസ്സിലായി. സോ ഇപ്പോൾ ഇവർ വീണ്ടും ഫൈറ്റ് ചെയ്യണം. അതിൽ ഈ ഒരു ഫൈറ്റിൽ നമ്മൾ ജി ആളുടെ ഹാർട്ടും പിടിച്ച് വലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫൈറ്റിൽ നമ്മുടെ ജി പ്ലാൻ ഫ്ലാഷും നമ്മുടെ ഈ ഒരു സുക്കുണിക്കെതിരെ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ആളുടെ ഹാർട്ടിൽ തന്നെ ഇങ്ങനെ മാന്താണ്. നമ്മുടെ ജി അവൻ്റെ ഹാർട്ടിന് കയ്യിലെത്തില്ല, വീണ്ടും മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുക്കുണ എനിക്ക് വയ്യടാ, ഇന്നും തല്ലിക്കൊള്ളാൻ എനിക്ക് വയ്യടാ പറഞ്ഞിട്ട് ഇന്നാ പിടിച്ച് പറഞ്ഞിട്ട് ഡൊമൈൻ എക്സ്പാൻഷൻ ഇറക്കാൻ പോണ ടൈമിലായിരിക്കും ആ ഒരു പൊടിപടലിനും കൂടെ ഒരാളുടെ ഹോൾ ബോഡി തന്നെ കാണിക്കുക. വാട്ട് റിയലി ഷോക്ക്ഡ് സുക്കുണ വാസ് this is the same person he buried with his own hands. The strongest sorcerer, നമ്മുടെ ഗോജോ ഈസ് ബാക്ക്. പെട്ടെന്നൊരു സഡൻ ഷോക്കിൽ നമ്മുടെ ഗോജോനെ കണ്ടതുകൊണ്ട് നമ്മുടെ സുക്കുണിക്ക് മുമ്പ് ഇടാൻ നോക്കിയ ഡൊമൈനും വർക്കൗട്ട് ആയില്ല. ആൾ ചിന്തിക്കാൻ ഇത് ഇമ്പോസിബിളാണ്, മരിച്ചുപോയ ഒരാൾ എങ്ങനെ തിരിച്ചു വരും പറഞ്ഞിട്ട് നമ്മുടെ സുക്കുണ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ ഒരു ഗോജോൻ്റെ നെറ്റിയിൽ, അതായത് ഈ ഫോർഹെഡിൽ ഒരു വലിയൊരു സ്റ്റിച്ചസ് പോലെ ഒരു സ്കാറുണ്ട്. അതായത് നമ്മുടെ കെഞ്ചാക്കുൻ്റെ ഉള്ള അതേ ഒരു സാധനം തന്നെ. സോ നമ്മുടെ സുക്കുണിക്ക് കാര്യം കത്തി. സോ അത് നമ്മുടെ സുക്കുണ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല നീ ഒരു ലെവൽ വരെ പോകുമെന്ന്. യൂട്ട ഔക്കുട്സു. സോ നമ്മുടെ യൂട്ടയാണ് ഇപ്പോൾ നമ്മുടെ ഗോജോൻ്റെ ബോഡിയിലുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു പറഞ്ഞിട്ട് അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. സോ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഒരുപാട് കാര്യങ്ങൾ ഇവർ മുമ്പേ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ഈ ഒരു ഫ്ലാഷ് ബാക്കിൽ പറയുന്നത്. അതായത് സപ്പോസ് നമ്മുടെ ഗോജോ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു കൗണ്ടർ അറ്റാക്ക് എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് പുതിയൊരു മെഷർ വരെ പോകണമല്ലോ, ഒരു എക്സ്റ്റെൻറ്റ് വരെ പോകണമല്ലോ. സോ അതാണ് ഇപ്പോൾ ഗോജോ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിക്കയും കൂടിയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കെഞ്ചാക്കുനെ കൊന്നിട്ട് അവൻ്റെ ഒരു തല കൺസ്യൂം ചെയ്യുക, അതായത് നമ്മുടെ റിക്ക ഈറ്റ് ചെയ്യുക. സോ അപ്പോൾ നമ്മുടെ കെഞ്ചാക്കുൻ്റെ ഈ ബോഡി തന്നെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്ക് കിട്ടും. സോ അത് ഉപയോഗിച്ച് നമ്മുടെ സപ്പോസ് നമ്മുടെ ഗോജോ മരിക്കാൻ മാത്രം ഒരു ചാൻസ് ഇവിടെ നോക്കുന്നത്. സോ നമ്മുടെ ഗോജോൻ്റെ ബോഡിയും ടേക്ക് ഓവർ ചെയ്തിട്ട് വീണ്ടും ഈ ഫൈറ്റിന് ഇറങ്ങാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു സജസ്റ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ വിക്ടർ ഉറപ്പാണ് പറഞ്ഞിട്ട് പറയുന്നത്. ബട്ട് നമ്മൾ കുസക്കാബിയും പറയുന്നുണ്ട്, എന്നാൽ എനിക്ക് ഗോജോൻ്റെ ബോഡി എടുത്തിട്ട് ആ ഒരു 6 സൈസും ലിമിറ്റ്ലെസ്സും കോപ്പി ചെയ്തുകൂടെ. ബട്ട് അത് സാധിക്കില്ല. ബട്ട് നമ്മുടെ യൂട്ടിൻ്റെ പ്രശ്നം പറഞ്ഞാൽ അവന് ടെക്നിക്ക് മാത്രമേ കോപ്പി ചെയ്യാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല
നമ്മുടെ റിക്കിൻ ആകെ 5 മിനിറ്റ് മാത്രമാണ് ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് 5 മിനിറ്റ് വരെയാണ് നമുക്ക് ഈ ഒരു പവേഴ്സ് എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുക തന്നെ. സോ ഈ ഒരു 5 മിനിറ്റ് എന്നൊരു ലിമിറ്റ് ടൈം ഔട്ട് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പറഞ്ഞിട്ട് ചോദിക്കേണ്ടത്. സോ ഇതിൽ 3 പോസിബിലിറ്റി ഉള്ളത്. ഈ ഒരു കെഞ്ചാക്കുവിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് ഫേസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ആക്ടിവേഷനാണ്. സോ അതിൽ സോളും അതുപോലെ തന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ആ സ്പോട്ടിൽ ഡെഡ് ആവും. രണ്ടാമതെന്ന് പറയുന്നത് മറ്റൊരു കേസ് എന്ന് പറയുന്നത് അവൻ അപ്പം തന്നെ മരിക്കില്ല, പക്ഷേ ചെറിയൊരു മാറ്റർ ഓഫ് ടൈം അവൻ എപ്പോൾ വേണമെങ്കിൽ മരിക്കാനുള്ള ചാൻസ് പറഞ്ഞു. പിന്നെ മൂന്നാമതായി നോക്കിക്കഴിഞ്ഞാൽ കെഞ്ചാക്കിൻ്റെ ടെക്നിക്ക് ഒറ്റ തവണ ആക്റ്റീവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ ഇപ്പോൾ ഒറ്റ തവണ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് എന്നൊരു ടൈം ലിമിറ്റ് തന്നെ തീർന്നാൽ ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ നീ മരിക്കില്ല. എനിക്ക് ആ ഒരു ലിമിറ്റും കാര്യങ്ങളെല്ലാം ആഷ്കാലം കോപ്പി ചെയ്യുകയും ചെയ്യാം. ബട്ട് നീ ആ ഒരു ബോഡിയിൽ എറ്റേണിറ്റി ആയിട്ട് ട്രാപ്പായി പോകും. നമ്മുടെ ഈ ഒരു പ്ലാനും പറയുക, അതുപോലെ തന്നെ മെയിൻ ഈ ഒരു കണ്ടീഷൻ പറയുക, എല്ലാവർക്കും ഇതിനെ എഗെയിൻസ്റ്റ് ആയി നിൽക്കുകയാണ്. അതായത് യൂട്ട ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു എവരി വൺ. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്ടേൻ്റെ അടുത്ത് പറയേണ്ടത്. അപ്പോൾ നമ്മുടെ യൂട്ടയ്ക്ക് ഒരു ദേഷ്യവും വരുന്നുണ്ട്. അതായത് നിങ്ങൾ എൻ്റെ കാര്യം മാത്രമല്ല, അപ്പോൾ ഗോജോ സെൻസിൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കണല്ലേ, ഹീ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്ട പറയേണ്ടത്, നിങ്ങൾ ആരും ഇതിന് മുന്നോടിയായി നിന്നില്ലെങ്കിൽ ഞാൻ തന്നെ നിൽക്കും പറഞ്ഞിട്ട് നമ്മുടെ യൂട്ടയും പറയേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഗോജോൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയേണ്ടത്. ഗോജു ഈ കാര്യം സീരിയസ് ആയി എടുക്കണില്ല, കാരണം ഞാൻ എന്തായാലും ജയിക്കും ഈ ഒരു ഫൈറ്റിൽ, ബിക്കോസ് ഐ ആം ദ സ്ട്രോങ്ങസ്റ്റ്. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യമൊന്നും കെയർ ആയി എടുക്കണില്ല. നീ കൊന്ന് ഈ ചായയെ മാന്തേ എന്ത് വേണം ചെയ്തോ എന്നൊരു മെൻറ്റാലിറ്റിയാണ് നമ്മുടെ ഗോജോന്. പിന്നെ നമ്മുടെ ഗോജു നമ്മുടെ യൂട്ടിൻ്റേതായി പറയേണ്ടത്, ഐ നോ യു ക്യാൻ ഡു ഇറ്റ്, യു ആർ മോർ ബ്ലെസ്ഡ് ദാൻ മീ. എനിക്കറിയാം നിന്നെ കൊണ്ട് ഇതൊക്കെ എല്ലാം സാധിക്കും പറഞ്ഞു. പിന്നെ നീ ആ ഒരു എനർജി കൺട്രോളും കൂടി ഒന്ന് മര്യാദയ്ക്ക് ചെയ്യണം, അതെന്തോ ഒരുമാതിരി ക്ലീൻ ആയില്ല. സോ അതും കൂടി നീ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുവാനായിട്ട് നമ്മുടെ ഗോജ ആ ഒരു സ്മൈലിലൂടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ്. പിന്നെ അവൻ്റെ ഒരു സ്റ്റുഡൻസിനെ കൊണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ലീവ് ചെയ്യണം പറഞ്ഞിട്ട് പറയണ്ടേ. പക്ഷേ ഇവരാരും അത് കേൾക്കണമില്ല. കാരണം എന്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഹൈറപ്സിൻ്റെ അവിടേക്കാണ് നമ്മുടെ ഗോജോ കൊണ്ട്, അതായത് അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ ശിവ ഇൻസിഡൻറ്റിൽ നമ്മുടെ ഗോജോ ആ ഒരു പ്രസൻറ്ററിൽ പെട്ട ശേഷം എല്ലാവർക്കും ഭയങ്കര പണിയാണ് ഈ ഒരു ഹൈറപ്സ് നിന്ന് കിട്ടിയത്. സോ അവനെ നൈസായി തീർത്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ പ്രിൻസിപ്പളായിരിക്കും വരിക. സോ ആളെ കൊണ്ടൊന്നും വലുതായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു ഫ്ലാഷ് ബാക്ക് കഴിയും മറ്റൊരു ഫ്ലാഷ് ബാക്കാണ് നമുക്ക് പറയുന്നത്. അതായത് നമ്മുടെ യൂജിൻ്റെ ഒപ്പം ഈ സ്കൂളിൽ ബുള്ളി ചെയ്യാൻ വന്ന ഗ്യാങ് ഇല്ലേ, അല്ല ഒരുത്തനില്ലേ, അവൻ്റെ ഒരു എബിലിറ്റി അവൻ കാണിച്ചു കൊടുക്കുകയാണ്. സോ അവനും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അവൻ ഒരു എംപ്റ്റി ആയ ഒരു പ്ലേറ്റിൽ നിന്ന് ഇവൻ്റെ ഒരു എബിലിറ്റി ഉപയോഗിച്ച് ഒരു കേക്ക് പോലത്തെ സാധനം ഉണ്ടാക്കുകയാണ്. സോ ഇവൻ്റെ ഒരു ബ്ലഡിലുള്ള ഒരു ഷുഗർ വെച്ചിട്ട് ഇവന് വേറെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ഷോക്കും ചോദിക്കുകയാണ്, എന്നാൽ എനിക്കത് മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ പറഞ്ഞിട്ട് ചോദിക്കേണ്ടത്. പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇവൻ നമ്മുടെ യൂട്ടിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോക്കിൻ്റെ ഒരു മെഡിക്കൽ ടീമിലെത്താണ്. സോ നമ്മളിപ്പോൾ യൂട്ടിൻ്റെ കണ്ടീഷൻ പറഞ്ഞാൽ നമ്മുടെ ഗോജുവിനെ പോലെ തന്നെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഷോക്കോ അവനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്ട കാര്യം പറയേണ്ടത്, ഞാൻ ഇപ്പോൾ കോൺഷ്യസ് ആയിരിക്കുന്നത് റിക്കാരണമാണ്. സോ എനിക്കിത് അതിനായി പിടിച്ച് നിൽക്കാൻ വേണ്ടി ഞാൻ ലിമിറ്റിലെത്തിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് പറയേണ്ടത്. അപ്പോൾ നമ്മുടെ ഷോക്കോ ഓക്കെ, നീ ഇപ്പോൾ ഗോജോൻ്റെ ബോഡിയിലേക്ക് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ മാക്സിമം നീ ഒരു റിവേഴ്സും നല്ല രീതിക്ക് യൂസ് ചെയ്യുക, എന്നാൽ മാത്രമേ എനിക്ക് ഗോജോൻ്റെ ബോഡി എനിക്ക് ഫുള്ളായി യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ പറഞ്ഞിട്ട് നമ്മുടെ ഷോക്കോ പറയുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മുടെ യൂട്ട ഇപ്പോൾ ഗോജോൻ്റെ ബോഡീനെ ടേക്ക് ഓവർ ചെയ്തിട്ട് നമ്മുടെ സുക്കുണിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. സോ ഗൈസ് എങ്ങനെയുണ്ട്? ഓക്കെ, നമ്മളിവിടെ വെച്ചൊരു എൻഡ് കൊടുക്കുകയാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇനി അടുത്ത് ഹെവി സാധനങ്ങളാണ്. സോ അതുപോലെ തന്നെ നമ്മൾ ജയിച്ചിക്ക് മാങ്ക എൻഡ് ചെയ്യാനായിട്ടുണ്ട്. ഇനി ഒരു 3-4 വീഡിയോസിലൂടെ നമ്മൾ എൻഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.